ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബിനി ഭരതൻ. ഇപ്പോൾ ഞാനിത് മുന്നേ ഇട്ടിരുന്നൊരു വീഡിയോ ആണ്. ഇതിൻ്റെ കുറച്ച് എന്തോ ഒരു മ്യൂസിക്കിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് മ്യൂസിക് മാറ്റിയിട്ട് ഞാൻ വീണ്ടും ഇത് അപ്ലോഡ് ചെയ്യാണ്. ഞാനൊരു മസാല ദോശയുടെ റെസിപ്പിയാണ് ഇട്ടിരുന്നത്. മസാല ദോശ നമുക്ക് ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലേ. എന്നാലും പക്ഷേ നമ്മൾ മിക്കവാറും പുറമേ പോയിട്ടൊക്കെ അല്ലേ കഴിക്കാറ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വീക്കെൻഡിലൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം നമുക്ക്. ഇപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കുക്കറിൽ ജസ്റ്റ് ഒന്ന് പുഴുങ്ങാൻ വയ്ക്കുകയാണ്. പിന്നെ നമുക്ക് സവോള വേണം. ഞാനൊരു 3 സവോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ, അത് കഴിഞ്ഞ് പുഴുങ്ങി വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ഉപ്പ് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക് 4 കീറിയത്, തീരെ എരിവ് കുറവായതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. അല്പം ഇഞ്ചി, പിന്നെ അത് അല്പം പെരിഞ്ജീരകം, കറുവപ്പട്ട, അങ്ങനെ ഫ്രഷ് മസാലയാണ് ഞാനിപ്പോൾ തന്നെയാണ് പൊടിക്കാൻ പോകുന്നത്. പിന്നെ അല്പം ഉഴുന്ന്, പിന്നെ അത് വറവിടാൻ ആവശ്യമായിട്ടുള്ള അല്പം കടുക്, ഇത് മുഴുവൻ ഉപയോഗിക്കില്ല കേട്ടോ. പിന്നെ അല്പം കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വയ്ക്കാം. നമ്മൾക്ക് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇനി ഞാൻ ആ മസാല ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിക്കുകയാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മണം കിട്ടും. അപ്പോൾ ഞാനത് പൊടിച്ചെടുത്തു. ഇത്ര പൊടിയുണ്ട്. ഇപ്പോൾ ചട്ടി നല്ല ചൂടായിട്ട് ഇരിക്കുകയാണ്. ഞാൻ അല്പം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായി ചൂടായിട്ട് മാത്രം നമുക്ക് കടുകിടാം. അത് കഴിഞ്ഞ് ബാക്കി ഉഴുന്ന് പരിപ്പ് ഇട്ടു. ഇനി ഇഞ്ചി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പച്ചമുളക് നടുകീറിയത് ഇട്ടിട്ടുണ്ട്. അല്പം കരിവേപ്പില ചേർത്തു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാവിടേക്കും മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് സവോള ആയി കിട്ടും. പിന്നെ ആ മഞ്ഞൾപ്പൊടി നല്ലൊരു കളർ കൊടുക്കുമല്ലോ. ഞാൻ ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി അടച്ചു വെച്ചു. അപ്പോൾ തന്നെ പെട്ടെന്ന് സോഫ്റ്റായിട്ട് അത് കുക്കാവും. ഇനി ഇതിലേക്ക് ഞാൻ ആ മസാലപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ വറുത്തതായതുകൊണ്ട് അതിൻ്റെ പച്ചമണത്തിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. ഇതാ ഞാനായി പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ പുഴുങ്ങി പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്നില്ലേ, ആ ഉരുളക്കിഴങ്ങാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അല്പം ഉപ്പെങ്ങാനും കുറവുണ്ടോ, ഉപ്പിൻ്റെ അളവൊക്കെ നമുക്ക് ഇപ്പോൾ നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ചൂടുവെള്ളത്തിൽ ഉപ്പ് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ ബാറ്റർ മാറ്റി വെച്ച് നമുക്ക് ദോശ പരത്തിയെടുക്കാം. നല്ല കനം കുറച്ചിട്ട് പരത്തുക. എന്നിട്ട് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മൊരിഞ്ഞ് ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമ്മൾ ഈ മസാല അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ കുട്ടികൾക്ക് അപ്പുറത്ത് റെഡിയാക്കി വെച്ചേക്കണം. നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വിടിപ്പിച്ച് വെച്ചതാണ് പെട്ടെന്ന് എടുക്കാൻ എളുപ്പത്തിന്. അപ്പോൾ ഫില്ലിങ് അതിലേക്ക് നിറച്ച് നന്നായി അത് അമർത്തി കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചട്നി അരച്ച് വെച്ചിരുന്നു. അതുപോലെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വറവിട രണ്ടും കൂടി ഒരുമിച്ചാണ്. അപ്പോൾ സമയവും ലാഭമാണ്, നമുക്ക് പെട്ടെന്ന് പണി കഴിയും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഉള്ളിച്ചമ്മന്തി കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഉള്ളിച്ചമ്മന്തിയുടെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചു. പക്ഷെ അതിനങ്ങനെ പ്രത്യേകിച്ച് വലിയ റെസിപ്പിയൊന്നുമില്ല. ജസ്റ്റ് 4 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഉണക്കമുളക്, അത് ഞാനൊന്ന് തീയിലിട്ടിട്ട് ഒന്ന് ചുട്ടിട്ടുണ്ട്. പിന്നെ അല്പം പുളി, കല്ലുപ്പ്,
പിന്നെ ഒരു സവോളയാണ്, വേണമെങ്കിൽ ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോളയാണ് എടുത്ത്. ടേസ്റ്റൊക്കെയാണ് രണ്ടായാലും. നന്നായിട്ട് നമ്മൾ മിക്സി ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട്, ഫൈൻ പേസ്റ്റ് അല്ല, അല്പത്തരിയൊക്കെ ഉണ്ടാവും, എന്നാലും അങ്ങനെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാക്കണ്ടോ, അപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ അരച്ചപ്പോൾ ഇത്തിരി എന്താ പറയുക, കളർ കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് ഒരു അല്പം കാശ്മീരി മുളക് പൊടി കൂടി ഒരു 1/4 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളറ് കിട്ടിയത് അങ്ങനെയാണ്. അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് മാറ്റി. ഇനി അതിലോട്ട് ഒരല്പം പച്ച വെളിച്ചെണ്ണ, അത് നമ്മളെപ്പോഴും ഉള്ളി ചമ്മന്തി അരയ്ക്കുമ്പോൾ ഒരല്പം പച്ച വെളിച്ചെണ്ണ നമ്മൾ ചേർക്കുമല്ലോ. ഇതിപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ വരെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ വെറും 4 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇപ്പോൾ പക്ഷേ ദോശയ്ക്കൊക്കെ നല്ല കോമ്പിനേഷൻ അല്ലേ. ഇപ്പോൾ അതാ ഞാൻ ചമ്മന്തിയും സാമ്പാറും ചട്നിയും കൂടിയിട്ട് ദോശ സെർവ് ചെയ്യാണ്. നല്ല നല്ല ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട് ദോശ. നെയ്യ് വാങ്ങിക്കണതൊന്നുമല്ല, നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന പാൽപ്പാട എടുത്തു വെച്ചിട്ടാണ് ഞാനിവിടെ നെയ്യ് ഉണ്ടാക്കാറ്. നമുക്ക് കഴിക്കണ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഇതാ അപ്പം മസാല റെഡിയാക്കി മുന്നേ വെച്ചാൽ മതി. അപ്പം നമ്മൾക്കിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. മോന് ഈ ചമ്മന്തി മാത്രമേ ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് അവന് വേറെ സാമ്പാർ അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.